എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 2-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് പെൻഷന്റെ കാര്യമാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണം 15-ാം തീയതിയോടുകൂടി ആരംഭിക്കാനാണ് സാധ്യത. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും വന്നിട്ട് 6-ാം തീയതി തിരുവോണത്തിന് മുമ്പായും കൊണ്ട് എല്ലാവർക്കും, അതായത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നാണ് അറിയുന്നത്. അപ്പോൾ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും. ഒരു മാസത്തേത് കൂടി ചേർത്ത് അഡ്വാൻസ് ആയും കൊണ്ട് 2 മാസത്തേത് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതും ഉറപ്പായിട്ട് അറിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ അറിയിപ്പ്, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇപ്പോൾ ഒരു മാസത്തേത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിതരണം ആരംഭിച്ചിരുന്നു. ഒരു കുടിശ്ശികയും ഒരു മാസത്തേതും കൂടി ചേർത്ത് ഓണത്തിന് ലഭിക്കും എന്നാണ് വിവരം. 3200 ആണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുക. അവർക്ക് ഇപ്പോഴും 1600 തന്നെയാണ്. ക്യാൻസർ രോഗികൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ ഈ ഓണത്തോടനുബന്ധിച്ച് ലഭിക്കും എന്നുള്ളതാണ് വിവരം. പ്രവാസികൾക്കും മുടങ്ങിയിട്ടുള്ള പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും എന്നുള്ള വിവരങ്ങളുണ്ട്. പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിച്ചു. എല്ലാ മാസവും ആദ്യ ദിവസത്തിൽ ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോഴും വില കുറച്ചിരിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒറ്റയടിക്ക് 1000 രൂപയോളം കൂട്ടിയതിന് ശേഷമാണ് ഈ ഒരു കുറവ് വരുത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 200 രൂപയാണ് 19 കിലോഗ്രാം സിലിണ്ടറിന് 200 രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ശരാശരി 2700 രൂപക്ക് മുകളിലാണ് രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന്റെ വിലയുള്ളത്. ഓഗസ്റ്റ് 1 മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ട്രെയിൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. ഓഗസ്റ്റ് 1 മുതൽ ടോക്കൺ വിതരണം ചെയ്യുന്ന സമയവും ബുക്കിംഗ് ആരംഭിക്കുന്ന സമയവും ഒന്നായി ക്രമീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പ് യാത്രക്കാർക്ക് ടോക്കൺ എടുക്കുന്നതിനായി ഒരു ക്യൂവും യഥാർത്ഥ ബുക്കിംഗ് മറ്റൊരു ക്യൂവും നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പുതിയ സംവിധാനം വഴി കാത്തിരിപ്പ് സമയം കുറയും. റിസർവേഷൻ കൗണ്ടറുകളിലെ തിരക്ക് ഒഴിവാക്കാനും യാത്രക്കാർക്ക് ബുക്കിംഗ് നടപടികൾ ലളിതമാക്കാനും ഇതിലൂടെ സാധിക്കും എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ക്രെഡിറ്റ് കാർഡ് റിവാർഡുകൾക്കും ചാർജുകളിലും മാറ്റം വരികയാണ്. ഓഗസ്റ്റ് 1 മുതൽ നിരവധി ബാങ്കുകൾ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. റിവാർഡ് പോയിന്റുകൾ, വാർഷിക മെയിൻ്റനൻസ് ചാർജുകൾ, മറ്റ് ഫീസുകളുടെ പരിഷ്കരണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ ബാങ്കുകൾക്കും ഇതിന്റെ തുകയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മിക്കവാറും ബാങ്കുകളെല്ലാം ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അറിയിപ്പ്, ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനും ബാങ്കിന്റെ ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും വേണ്ടി CKYC 2.0 ബാങ്കുകളിൽ നടപ്പിലാക്കുന്നത് 2026 ഏപ്രിൽ 1 മുതലാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് എന്നീ മേഖലയിൽ ഓഗസ്റ്റ് 1 മുതൽ നവീകരിച്ച CKYC 2.0 സംവിധാനം നടപ്പിലാക്കുകയാണ്. ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ ഉപഭോക്താവിന്റെ ഡിജിറ്റൽ സമ്മതം ലഭിച്ചു കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾക്ക് ഒരു ഡേറ്റാബേസ് വഴി അവരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ തവണ ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോഴും ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴോ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കുമ്പോഴോ ഉപഭോക്താക്കൾ അതേ KYC രേഖകൾ വീണ്ടും സമർപ്പിക്കേണ്ടി വരില്ല. ഇത് പേപ്പർ വർക്കുകൾ കുറക്കുന്നതിനും ഡിജിറ്റൽ മുഖേനയുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ അറിയിപ്പാണ്. ആധാർ 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേതും 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയും നിർബന്ധിത സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാത്ത കുട്ടികളുടെ ആധാർ കാർഡ് താൽക്കാലികമായി റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പ്, പ്രവേശന പരീക്ഷകൾ അടക്കമുള്ളവയ്ക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കുക. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേതാണ്. 5 വയസ്സ് കഴിഞ്ഞാൽ ബയോമെട്രിക് ചേർക്കണം. 5 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് 5 വയസ്സ് കഴിഞ്ഞാൽ പുതുക്കുകയും ബയോമെട്രിക് ചേർക്കുകയും വേണം. 15 വയസ്സാകുമ്പോൾ 17 വയസ്സിനുള്ളിലായി വീണ്ടും ഇത് ചെയ്യണം. ഇത് നിലവിൽ സൗജന്യമാണ്. ആപ്പ് ഉപയോഗിച്ച് പല സേവനങ്ങളും ഇപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് എല്ലാവർക്കും ചെയ്യാം. 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിൻ്റെതാണ്. മറ്റ് ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ ഈ മാസം ബാങ്ക് അവധികൾ ഒരുപാടുണ്ട്. ഓണം, നബിദിനം, അയ്യങ്കാളി ജയന്തി, കർക്കിടക വാവ്, സ്വാതന്ത്ര്യദിനം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ബാങ്ക് അവധികളുണ്ട്. കൂടുതൽ ബാങ്ക് അവധികൾ ഉള്ളതുകൊണ്ട് തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുൻകൂട്ടി സാമ്പത്തിക ഇടപാടുകൾ ഈ ദിവസങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഓണം അടക്കുന്ന മാസമായതുകൊണ്ട് തന്നെ റേഷനിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഓണം മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് മാസത്തെ ഓണം റേഷൻ വിതരണം ആരംഭിക്കും. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. 10-ാം തീയതി മുതൽ 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സൗജന്യ ഭക്ഷ്യകിറ്റും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട നൽകും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 9 രൂപ വീതം നൽകണം. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ അരിയായും കൊണ്ട് 2 വിധത്തിലുള്ള സ്പെഷ്യൽ അരിയാണുള്ളത്. 3 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട്. 10-ാം തീയതി മുതൽ 10 കിലോ സ്പെഷ്യൽ അരി കൂടി ലഭിക്കും. 25 രൂപ നിരക്കിലാണ് അത് ലഭിക്കുക. വെള്ള റേഷൻ കാർഡിൽ 3-ാം തീയതി മുതൽ 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പും ലഭിക്കും. 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. 10-ാം തീയതി മുതൽ 10 കിലോ അരി 25 രൂപ നിരക്കിലും ലഭിക്കും. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കും ആട്ടയുണ്ട് 17 രൂപ നിരക്കിലാണ് അത് ലഭിക്കുക. അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ നിന്നും ഓണമായതുകൊണ്ടുള്ളത്. ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണം തുടരുന്നതാണ്. 299 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 രൂപ എന്നിങ്ങനെ വിലയ്ക്കാണ് ഈ കിറ്റുകൾ ലഭിക്കുക. 300 മുതൽ 600 രൂപയോളമാണ് ഇതിലൂടെ ഉപഭോക്താവിന് ലാഭിക്കാൻ കഴിയുക. അത്രയും സാധനങ്ങൾ അതിൽ ഉണ്ടാകും. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര ഉൾപ്പെടെയുള്ള വിവിധ മസാലക്കൂട്ടുകൾ അടങ്ങിയിട്ടുള്ള ഓണ വിഭവങ്ങൾ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള വിഹിതങ്ങളാണ് ഈ കിറ്റുകളിൽ സപ്ലൈകോ ഒരുക്കിയിട്ടുള്ളത്. 1-ാം തീയതി മുതൽ വാങ്ങാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങളും കൂടുതൽ അരിയും ലഭിക്കുന്നതാണ്. SBIയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2026 സെപ്റ്റംബർ 4 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. രാജ്യത്തെ 2500-ലധികം കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത്. 9-ാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാർത്ഥികൾക്ക് വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കും. കോഴ്സിനനുസരിച്ച് 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 25% വീതം സംവരണം ചെയ്തിട്ടുണ്ട്. 9-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് 15,000 രൂപ ലഭിക്കുക. ഡിഗ്രി, PG, ഡിപ്ലോമ, ITI കോഴ്സുകൾക്കും MBBS ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പഠനം നടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയും വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല. മുൻ വർഷത്തെ പരീക്ഷയിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അക്കാദമിക് റെക്കോർഡുകൾ, തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രവേശന വിവരങ്ങൾ, SC/ST വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷിക്കാരാണ് എങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രവേശന പരീക്ഷയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം വെക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും www.sbischolarship.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും. ബൈ.